ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി. എല്ലാവരും വീട്ടിൽ പ്ലം കേക്ക്സും വൈനും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഇന്നിവിടെ പ്ലം കേക്ക്സ് അല്ല, ഡേറ്റ്സ് ക്യാരറ്റ് കേക്കാണ് റെഡിയാക്കാൻ പോകുന്നത്. ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ മിക്സി ജാറിൽ ബാറ്റർ റെഡിയാക്കി കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണ്. അതിനായിട്ട് 1/2 കപ്പ് ഡേറ്റ്സ് കുരു കളഞ്ഞത് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചതായാലും മതി. 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതായാലും മതി. 1/2 കപ്പ് പഞ്ചസാര. ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പിൻ്റെ അളവ് 250 ml ആണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് എടുക്കണം. 2 എഗ്ഗ്, റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം, ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല. അടുത്തത് 1/3 കപ്പ് ഓയിൽ എടുക്കണം. എല്ലാം കൂടെ വലിയ മിക്സിംഗ് ജാറിലേക്ക് മാറ്റി ഒന്ന് 2-3 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ തന്നെ നല്ലോണം അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിലാവണം. ക്യാരറ്റ് കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് പേസ്റ്റ് ആവാൻ ടൈം എടുക്കും. ഗ്രേറ്റ് ചെയ്തിട്ടാൽ കുറച്ച് സ്മൂത്തായിട്ട് പേസ്റ്റ് ആവണ വരെ അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിനെ നമുക്കൊന്ന് വലിയ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഡേറ്റ്സ് ക്യാരറ്റ് മിക്സിലേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആഡ് ചെയ്താലും മതി, മുഴുവനായിട്ട് ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എന്നിട്ട് വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. സെയിം ഡയറക്ഷനിലേക്ക് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല തിക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, ഫ്രിഡ്ജിൽ വെച്ചതോ നല്ല ചൂടുള്ള പാലോ ആയിരിക്കാൻ പാടില്ല. വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3 to 5 മിനിറ്റ്സ് മിക്സ് ചെയ്താലും മതി. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരുപാട് തിക്കോ അല്ലാതെ ഒരുപാട് തിന്നോ അല്ലാതെ നല്ല കറക്റ്റ് അളവിലുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഡേറ്റ്സ് വേണമെങ്കിലും കട്ട് ചെയ്തിട്ടിടാം. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, മിക്സഡ് ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. റെഡും ഗ്രീനും യെല്ലോവും എടുത്തിട്ടുണ്ട്. ബാറ്ററിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ബാറ്റർ കേക്ക് മോൾഡിലേക്ക് ആക്കാം. 7 ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കേക്ക് മോൾഡ് തന്നെ വേണമെന്നൊന്നുമില്ല. കേക്ക് മോൾഡ് ഇല്ലെങ്കിൽ ചെറിയ പാത്രമോ സ്റ്റീൽ പാത്രം ഏതെങ്കിലും എടുത്താൽ മതി. ബട്ടർ പേപ്പർ ഇട്ട് നല്ലോണം ഒന്ന് ഓയിലോ ഗീയോ ഇഷ്ടമുള്ളത് ഏതായാലും, ബട്ടർ ആയാലും കുഴപ്പമില്ല, നല്ലോണം ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ബാറ്റർ എന്നിട്ട് കേക്ക് മോൾഡിലേക്ക് ആക്കുക. കേക്ക് മോൾഡ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കേക്കിൻ്റെ മുകളിലോട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ തന്നെ വേണമെന്നൊന്നുമില്ല, ബദാമോ വാൽനട്ടോ പിസ്തയോ എന്ത് വേണമെങ്കിലും ഒന്നാവാം. അടുത്ത നമുക്ക് കുക്കർ ഒന്ന് 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. സോൾട്ട് ഇടണം എന്ന് നിർബന്ധമില്ല, ഞാൻ ഉണ്ടാക്കുമ്പോൾ സോൾട്ട് ഇടാറുണ്ട്, ഓപ്ഷനിലാണ്. 40 to 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവിടെയും നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് മോൾഡ് കുക്കറിന് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ മോൾഡിൽ നിന്ന് പുറത്തെടുത്താൽ കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ചിലപ്പോൾ അടിഭാഗമൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് എടുത്താൽ മതി. മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് ബട്ടർ പേപ്പറൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ടേസ്റ്റും എങ്ങനെയുണ്ടെന്ന്. കട്ട് ചെയ്യുമ്പോൾ സെൻറ്ററൊക്കെ പോയിട്ടുണ്ട്. അത് കാഷ്യൂ ഹാഫ് സൈസിൽ തന്നെ ഇട്ടുകൊണ്ടാണ്. ക്രഷ് ചെയ്ത് കാഷ്യൂ കേക്കിൻ്റെ മേലെ ചുമ്മാ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.